ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ബോഡി ബിൽഡറാണ് ആർണോൾഡ് ഷ്വാസ്നെഗർ. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി വേണ്ടി വന്നു. ആ അവസരത്തിൽ സാധാരണയായി നെഞ്ച് തുറക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വളഞ്ഞു പോയിട്ടുള്ളതായി രസകരമായ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹൃദയം തുറക്കാതെ മിനിമലി ഇൻവേസീവ് അഥവാ കീഹോൾ അപ്രോച്ചിലൂടെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന മിനിമലി ഇൻവേസീവ് കാർഡിയക് സർജറി എന്ന നൂതനമായ ചികിത്സാ രീതിയെക്കുറിച്ചാണ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അതുൽ ഇബ്രഹാം, കൺസൾട്ടൻറ്റ് കാർഡിയക് സർജൻ, കിംസ് ഹെൽത്ത്, തിരുവനന്തപുരം. നമ്മുടെ ഹൃദയത്തിൻ്റെ തൊട്ടു മുൻപിലായി ഒരു സംരക്ഷണ കവചം പോലെ സ്ഥിതി ചെയ്യുന്ന അസ്ഥിയാണ് സ്റ്റേർണം അഥവാ ബ്രസ്റ്റ് ബോൺ. സാധാരണയായി ബൈപ്പാസ് സർജറിയോ മറ്റ് ഓപ്പൺ ഹാർട്ട് സർജറികളോ ചെയ്യുന്നത് ഈ അസ്ഥി മുറിച്ച് തുറന്നതിന് ശേഷമാണ്. നിലവിലുള്ള സർജിക്കൽ ടെക്നിക്സിൽ ഇപ്രകാരം തുറന്ന അസ്ഥി വളരെ സുരക്ഷിതമായി തന്നെ തിരിച്ച് യോജിപ്പിക്കാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ബൈപ്പാസ് സർജറിയോ ഓപ്പൺ ഹാർട്ട് സർജറിയോ ആവശ്യമുള്ള പല രോഗികൾക്കും സ്റ്റേർണം തുറക്കുന്നു എന്നുള്ളത് വളരെയധികം ഉത്കണ്ഠ ഉണ്ടാക്കാറുണ്ട്. സർജറിക്ക് ശേഷം കൂടി പലപ്പോഴും നെഞ്ചിൻ്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന മുറിവ് അവരുടെ ബോഡി ഇമേജിനെ ബാധിക്കുകയും പൂർണ്ണമായും ആക്റ്റീവായ ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ അവർ വിമുഖത കാണിക്കുകയും ചെയ്യാറുണ്ട്. ഇതുമൂലം സർജറി ആവശ്യമുള്ള പല രോഗികളും സർജറി വേണ്ട എന്ന് വെക്കുന്നത് കൂടി സാധാരണമാണ്. ഇപ്രകാരം ഓപ്പൺ സർജറി, ബൈപ്പാസ് സർജറിയോ മറ്റ് ഓപ്പൺ ഹാർട്ട് സർജറിയോ നൽകുന്ന ലോങ് ടേം ബെനിഫിറ്റ്സ് ഒരുപാട് രോഗികൾക്ക് നഷ്ടമാകാറുണ്ട്. ഇവിടെയാണ് മിനിമലി ഇൻവേസീവ് കാർഡിയക് സർജറിയുടെ പ്രസക്തി അധികമാകുന്നത്. ഇതിൽ നെഞ്ച് തുറക്കാതെ 2-3 ഇഞ്ച് നീളമുള്ള ഒരു മുറിവിലൂടെ വാരിയെല്ലുകൾക്ക് ഇടയിലൂടെയാണ് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത്. മിനിമലി ഇൻവേസീവ് കാർഡിയക് സർജറിയിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഒരു സർജൻ ഓപ്പൺ സർജറിയിൽ കിട്ടുന്ന അതേ പ്രിസിഷനും സേഫ്റ്റിയും സക്സസ് റേറ്റ്സും മിനിമലി ഇൻവേസീവ് അപ്രോച്ചിലൂടെയും പകർത്തി നൽകാൻ സാധിക്കുന്നു. സാധാരണയായി ചെയ്യുന്ന ബൈപ്പാസ് സർജറി, വാൽവ് സർജറി, ഹൃദയഭിത്തിയിലെ ദ്വാരമടയ്ക്കുക എന്നിങ്ങനെ ഒരു 80% സർജറികളും ഇപ്രകാരം ഒരു മിനിമലി ഇൻവേസീവ് അപ്രോച്ചിലൂടെ ചെയ്യാൻ സാധിക്കുന്നു. വളരെ വേഗം തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ചികിത്സാ രീതിയുടെ പ്രധാനപ്പെട്ട സവിശേഷത. വേദനയും മറ്റ് അസ്വസ്ഥതകളും കുറവായതിനാൽ 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ആവുകയും 2-3 ആഴ്ചയ്ക്കുള്ളിൽ സാധാരണ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വളരെ നോർമലായി തന്നെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ രക്തസ്രാവം, ICU സ്റ്റേ എന്നിവ കുറയുന്നു. മുറിവ് ഉണങ്ങുന്നത് മൂലമുള്ള കോംപ്ലിക്കേഷൻസ്, അണുബാധ, സ്റ്റേർണൽ ഇൻസ്റ്റെബിലിറ്റി എന്നിവ കുറയുന്നു. ഇതുകൂടാതെ നടുവിൽ അല്ലാതെ ഒരു വശത്തായി എളുപ്പം കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള മുറിവായതിനാൽ ഒരു നല്ല കോസ്മെറ്റിക് റിസൾട്ട് കൂടി ലഭിക്കുന്നു. പ്രായമായവർ, പ്രമേഹ രോഗികൾ, മറ്റ് അനുബന്ധ അസുഖങ്ങൾ മൂലം മുറിവുണങ്ങാൻ താമസമുള്ളവർ എന്നിവരിലും സുരക്ഷിതമായി മിനിമലി ഇൻവേസീവ് അപ്രോച്ചിലൂടെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കുന്നു. ഈ ലോക ഹൃദയ ദിനത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അല്പം കൂടി ജാഗ്രത പുലർത്താം. പലപ്പോഴും കാണാറുള്ളത്, ഒരു ഹൃദ്രോഗം കണ്ടുപിടിക്കപ്പെട്ടാൽ തങ്ങളുടെ സാധാരണ ജീവിതം താറുമാറാകും എന്നൊരു ഭയം മൂലം വേണ്ട ടെസ്റ്റുകൾ ചെയ്യുന്നത് നീട്ടിവെക്കുന്നത് പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ നൂതനമായ സാങ്കേതിക വിദ്യകളിലൂടെ ഹൃദ്രോഗം ഉണ്ടെങ്കിൽ തന്നെ അവ പരിഹരിച്ച് വേഗം തന്നെ സധൈര്യം നമ്മുടെ ജീവിതവുമായി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു.